ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തിക ഇപ്പോൾ രാജീവിനെ കാണാനായി എത്തിയിട്ടുണ്ട്. രാജീവ് അവന്തികയെ കണ്ടപാടെ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. രാജീവിനെ അവന്തിക അറിയാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ രാജീവ് അവന്തികയെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് തന്നോട് ചെയ്ത ആ ഒരു സംഭവത്തെക്കുറിച്ചും രാജീവ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവന്തികയെ സൂക്ഷിക്കണം എന്ന് പറ്റുന്നത് പോലെയൊക്കെ രാജീവ് അർച്ചനയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് അർച്ചന രാജീവിനോട് പറയുന്നു. ഇത് കണ്ട് രാജീവ് വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട് ഇപ്പോൾ അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട്, സമൃദ്ധ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന്. അതിനെന്താ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. അർച്ചന പോയതിന് ശേഷം ഇപ്പോൾ അവന്തിക രാജീവിൻ്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്, നീ പറഞ്ഞ അർച്ചന എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എവിടെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ നിനക്ക് പണി തരും എന്നൊക്കെ രാജീവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് അവന്തികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാം, ശരീരമൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഈ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് പണി തരുമെന്നാ? അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നിനക്ക് ഈ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഇപ്പോൾ ഒരു ശവമാണ്, വെറും ജീവശവം. നല്ല ആരോഗ്യത്തോടെ നിന്നെ ഈ അവസ്ഥയിലാക്കാമെങ്കിൽ ഇനിയും ഈ കിടപ്പിൽ കിടക്കുമ്പോൾ നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു ദയനീയാവസ്ഥയിൽ നീയുമായിട്ടൊരു വഴക്കിന് ഞാനില്ല. പകരം ഞാൻ നിനക്കൊരു ഓഫർ തരാം. അതിലൂടെ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം നമുക്ക് മറക്കാം. എന്താ, റെഡിയല്ലേ? നിനക്ക് ഞാൻ എഴുതി തന്ന ആ 45% ഷെയർ നീ എനിക്ക് തരണം. ഞാനിനി അതിൻ്റെ പിന്നാലെ വരില്ല. ആ 45% എനിക്ക് വേണ്ട, അത് നീ എടുത്തോ. അതിൻ്റെ പിന്നാലെ ഞാൻ ഇനി വരില്ല. പകരം നീ എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ടതുണ്ട്. അർച്ചനയെപ്പറ്റി നീ ഒരാളോടും ഒന്നും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് സച്ചിയോടും ഗോകുലിനോടും. എൻ്റെ വാക്ക് കേൾക്കാതെ നീ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ ഈ കിടക്കുന്ന കിടപ്പിൽ ഞാൻ നിന്നെ തീർക്കും. അവന്തിക ഒന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ മാറൂ. അവന്തികയെ നിനക്കറിയാവല്ലോ. പിന്നെ നിനക്ക് വല്ലാത്തൊരു ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവന്തിക തീർക്കണമെന്ന് വിചാരിച്ചത് ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം, അല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആലോചിക്ക്. ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിനക്ക് സുഖപ്പെടാനല്ല ഒരിക്കലും എഴുന്നേക്കാൻ കഴിയാതെ ഇതുപോലെ ഇങ്ങനെ കിടന്ന് നരകിക്കാൻ. അപ്പോൾ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവന്തിക ഇത്രയും പറഞ്ഞതിന് ശേഷം താഴേക്ക് പോവുകയാണ്. ഈ സമയം താഴേക്ക് പോയ സമയം അവന്തികയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് മൂർത്തിയായിരുന്നു. ഒരു ചാകര വന്ന് വീണിട്ടുണ്ട് എന്ന് മൂർത്തി പറയുമ്പോൾ, എന്താണെന്ന് വെച്ചാൽ പറ മൂർത്തി എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, നമ്മുടെ ബീച്ചിനടുത്തുള്ള ഒരു റിസോർട്ടിൻ്റെ കാര്യം അറിയാമല്ലോ. ആ റിസോർട്ടിൽ ഇന്ന് സച്ചിയും മാരുതിയും റൂം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട് അവന്തിക ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇതൊരു ഗ്രേറ്റ് ന്യൂസ് ആണല്ലോ. ഇതിന് ഞാൻ നിന്നെ കാണേണ്ടതുപോലെ കണ്ടിരിക്കും. ഇതൊരു ഗംഭീര അവസരമാണ്. കോടതിയിൽ തന്നെയല്ല, നാട്ടുകാരുടെ മുന്നിൽ പോലും തലയുയർത്തി നടക്കാൻ കഴിയാത്ത വിധം രണ്ടിനെയും മാക്സിമം നാറ്റിക്കണം എന്ന് പറഞ്ഞ് അവന്തിക്ക് ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ്. ഇതേ സമയം തന്നെ ഇപ്പോൾ ആരതിയും സച്ചിയും കാണിക്കുന്നുണ്ട്. ആരതി പറയുന്നുണ്ട് സച്ചിയോട്, ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ, എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ടെന്ന്. സച്ചി കൂടെയുള്ളത് കാരണം എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ്. പിന്നെ നാളെ എന്നെ കോടതിയിൽ കൊണ്ട് വിട്ടാൽ കേസ് കഴിയുന്നത് വരെ സച്ചി എന്ത് ചെയ്യും എന്നൊക്കെ ആരതി ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാൻ, അവിടെ പോസ്റ്റ് ആകും എന്ന് സച്ചി പറയുന്നുണ്ട്. ഉടനെ ആരതി പറയുന്നുണ്ട്, അത് വേണ്ട, ഏതെങ്കിലും ഒരു ഫിലിം കാണാൻ കയറിക്കോ, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തോ. കോടതി കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം, അപ്പോൾ വന്നാൽ മതി എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഈ സമയം പുറത്ത് ഡോറിൽ ആരോ വന്ന് തട്ടുന്നുണ്ട്. ഈ സമയത്ത് ഇത് ആരാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ എഴുന്നേറ്റ് ഡോറ് തുറക്കാൻ തുടങ്ങുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന്. അങ്ങനെ സച്ചി ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. തുറക്കുമ്പോൾ പോലീസുകാർ ആണ് നിൽക്കുന്നത്. പോലീസുകാരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി. ആരാടാ അകത്ത്? കൊള്ളാലോ മുതൽ എന്ന് പോലീസ് പറയുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് വളരെയധികം ദേഷ്യത്തോടെ പോലീസുകാരോട് പറയുന്നുണ്ട് ആരതി. പോലീസുകാരുടെ കൂടെ കുറേ മീഡിയക്കാരുമുണ്ട്. നിങ്ങളൊക്കെ ആരാ? പോലീസുകാർക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ആരതി ചോദിക്കുന്നു. കാര്യമുണ്ടായിട്ടാണ് വന്നത് എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. ഞങ്ങളൊരു പരാതി കിട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പോലീസുകാർ പറയുമ്പോൾ, നിങ്ങൾക്ക് ആൾ തെറ്റിയതാണ്, ഇത് ഒരു അഡ്വക്കേറ്റാണ്, ഞങ്ങളിവിടെ കോടതിയിൽ കേസിന് വന്നതാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ചിലർ മന്ത്രിയാണെന്ന് വരെ പറയും. പക്ഷേ ഇത് സൂക്കേട് വേറെയാണ് എന്ന് പോലീസ് പറയുന്നു. ഇത് കേട്ട് നിർത്തടോ എന്ന് ആരതി പറയുന്നുണ്ട്. മിണ്ടാതിരിക്കടി എന്ന് പോലീസുകാർ തിരിച്ച് ആരതിയോടും പറയുന്നു. നീ ആരാ? ഇവളുടെ ഭർത്താവാണോ അതോ കൂട്ടിക്കൊടുപ്പുകാരനോ? നീ ഇവളെ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടടാ, പറയടാ
എന്നൊക്കെ വളരെ എന്നൊക്കെ സച്ചിയോട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോ? രണ്ടിനെയും പിടിച്ച് വണ്ടിയിൽ കയറ്റ്, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിക്കാം എന്ന് പോലീസ് പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചിയെയും ആരതിയെയും പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മീഡിയക്കാരാണെങ്കിൽ അതൊക്കെ ഫോണിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. പാതിരാത്രിയിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കൊണ്ട് ഞങ്ങളുടെ മുറിയിൽ വന്ന് തോന്നിവാസം കാണിച്ചതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് ആരതി അവരോട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ടാക്സി ഡ്രൈവറും വക്കീലും നല്ല കോമ്പിനേഷനാണ്. പ്രേമമാണോ അതോ മറ്റെന്തെങ്കിലും ഇടപാടാണോ എന്നൊക്കെ പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ ആരതി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. അവിടെ അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ് കോള് വന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കസ്റ്റഡിയിലെടുത്തത് എന്ന് പോലീസ് പറയുന്നു. അനാശാസ്യമോ? ഞാനൊരു ലോയറാണ്. കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പല ഹോട്ടലുകളിലും താമസിക്കേണ്ടി വരും. എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ അങ്ങനെ പലരും ഉണ്ടായിരിക്കും. അത് അനാശാസ്യമാണെന്ന് പറയാൻ നിങ്ങൾക്കെന്ത് അധികാരമാണുള്ളത്? എന്ത് നെറുകേടും കാണിക്കാനുള്ള ലൈസൻസാണ് ഈ കാക്കിയെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കളയാനുള്ളതല്ല എൻ്റെ സമയം. ഇതിന് കോടതിയിൽ കയറ്റി നിങ്ങളെക്കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. നോക്കിക്കോ സച്ചിവ എന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ചുകൊണ്ട് ആരതി ഇപ്പോൾ പോകാൻ തുടങ്ങുന്നു. ഇത് കണ്ട് പോലീസുകാർ അവരെ തടയുന്നുണ്ട്. അങ്ങനെ പോകാനല്ലല്ലോ ഹോട്ടൽ മുറിയിൽ നിന്ന് നിങ്ങളെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വന്നത്. SP ഇടപെട്ട കേസാണ്, അതുകൊണ്ട് സാറ് വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ നിയമത്തെപ്പറ്റി നിങ്ങൾക്ക് വലിയ പിടിയില്ലെന്ന് തോന്നുന്നല്ലോ. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരിയും ഒരു ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നത്, അതിന് ഈ രാജ്യത്ത് നിയമപരമായ ഒരു തടസ്സവുമില്ല. ഞങ്ങളുടെ പേരിലെടുത്തിരിക്കുന്ന കേസ് എന്താണ്? ഇതുവരെ നിങ്ങളൊരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പോലീസ് പറയുന്നത് കേട്ട് ആരതി പറയുന്നുണ്ട്. ഇത് കേട്ട് പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന്. ഉടനെ ആരതി പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ മനഃപൂർവ്വം നാട്ടുകാരുടെയും മീഡിയക്കാരുടെയും മുന്നിൽ അപമാനിക്കുകയായിരുന്നു ലക്ഷ്യം അല്ലേ? ഞങ്ങളെ ഈ ട്രാപ്പിൽ പെടുത്താൻ കാണിച്ച എല്ലാവരെയും കോടതി മുറിയിൽ ഞങ്ങൾ കയറ്റും. ഈ തൊപ്പിയും കാക്കിയും നിങ്ങളുടെ അധികാരവുമെല്ലാം അവിടെ നിങ്ങളെ രക്ഷിക്കുമോ എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഇത് മുകളിൽ നിന്നുമുള്ള ഓർഡറാണ് എന്ന് പോലീസ് പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഏത് പൊന്നുതമ്പുരാനായാലും ആരതി വർമ്മ സ്വന്തം ഇഷ്ടപ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞേക്ക്. പിന്നെ ഓൺലൈൻ മീഡിയക്കാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ കുറേ പേരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചല്ലോ. അതിൽ നിന്ന് ഒരു ക്ലിപ്പ് ഒരെണ്ണമെങ്കിലും പുറത്തു വന്നാൽ പിന്നെ നിങ്ങളെല്ലാം കോടതി വരാന്തയിൽ കയറി ഇറങ്ങി നടന്ന് ജീവിതം പാഴാക്കേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നും ആരതി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചിയും കുട്ടി ആരതി പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം പോയിരിക്കുകയാണ്. ശേഷം ഇപ്പോൾ സന്ദീപിനെയാണ് കാണിക്കുന്നത്. മൂർത്തിയുടെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ സന്ദീപ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആര് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന്. ഉടനെ അവന്തിക പറഞ്ഞുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന്. ഇത് കേട്ട് സന്ദീപ് വളരെയധികം ദേഷ്യത്തോടെ അവന്തികയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിന്? നിങ്ങളെൻ്റെ ആരാണ്? ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, പിന്നെ കള്ളം കുടിച്ച് ബോധമില്ലാതെ റോഡിൽ കിടന്ന നിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവിടെ കിടന്ന വല്ല വണ്ടിയും കയറി ചാകാൻ വിടണമായിരുന്നോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെ ചത്താലും നിങ്ങൾക്കെന്താ? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് സന്ദീപ് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും നീ എൻ്റെ പഴയ ഭർത്താവിൻ്റെ സഹോദരനല്ലേ? അപ്പോൾ എനിക്ക് നിന്നെ കാണുമ്പോൾ, ഈ രീതിയിൽ കാണുമ്പോൾ സഹതാപമുണ്ട്. നീ പറഞ്ഞല്ലോ നിൻ്റെ കുടുംബത്തെയും നിന്നെയുമൊക്കെ ഞാൻ ചതിച്ചെന്ന്. അതിൽ എനിക്കിപ്പോഴും ഒരു കുറ്റബോധവുമില്ല. കാരണം ഞാനത് എൻ്റെ അച്ഛന് വേണ്ടി നടത്തിയ പ്രതികാരമാണ്. നിൻ്റെ അച്ഛൻ തട്ടിയെടുത്ത ഞങ്ങളുടെ സ്വത്തുക്കൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ തിരിച്ചു പിടിച്ചു എന്നൊക്കെ അവന്തിക പറയുമ്പോൾ, എൻ്റെ അച്ഛൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് സന്ദീപ് പറയുന്നു. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. മൂർത്തി എന്നോട് വിവരം വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ മൂർത്തിയോട് പറഞ്ഞത്. സന്ദീപെ, കാരണമില്ലാതെ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവന്തിക പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, മതി, ഇനി അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട. ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ അമ്മ തുടങ്ങി ഞങ്ങളുടെ കട വരെ നിങ്ങൾ തകർത്തു. ഇത് കേട്ട് ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിന് കാരണം നിൻ്റെ ഏട്ടൻ സച്ചി തന്നെയാണ്. സത്യത്തിൽ നിങ്ങളുടെ കുടുംബം അവനാണ് ഇത്രയും തകർത്തത്. എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പക്ഷേ അവനോടുള്ള വൈരാഗ്യം എനിക്ക് നിന്നോടില്ല. അന്നും ഇന്നും ഞാൻ നിന്നെ എൻ്റെ അനുജനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും തിരിച്ചു വരാത്ത അർച്ചനയെ അന്വേഷിച്ച് കുടുംബം നോക്കാതെ ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്ന സച്ചിക്ക് നിന്നെ തടയാൻ എന്താണ് അവകാശം എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് സന്ദീപ് ഇപ്പോൾ ഒരു നിമിഷം അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. സന്ദീപെ, നിൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇപ്പോൾ നിനക്ക് വേണ്ടത് നിനക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പാണ്. നിന്നെ
ഞാൻ സഹായിക്കാം എന്നൊക്കെ അവന്തിക പറയുന്നു. നിങ്ങളുടെ ഒരു സഹായം എനിക്കിപ്പോൾ ആവശ്യമില്ലെന്ന് സന്ദീപും പറയുന്നുണ്ട്. എൻ്റെ സഹായം വേണോ വേണ്ടയോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം, പക്ഷേ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവന്തിക അസോസിയേറ്റ്സിൽ ഏറ്റവും മികച്ച ഒരു ജോലി ഞാൻ നിനക്ക് തരും, അല്ലെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ ഒരു കാര്യം, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാൻ പാടുള്ളൂ എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ളതെല്ലാം തട്ടിയെടുത്ത് എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിങ്ങൾ എനിക്ക് പിച്ചക്കാശ് ഓഫർ ചെയ്യുന്നു. നിങ്ങളുമായി സന്ധി ചേർന്നാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. മേലിൽ ഇതുപോലെയുള്ള സഹായത്തിന് എൻ്റെ പിന്നാലെ വരരുത്. നിങ്ങളുടെ സഹായം സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് വഴിയിൽ കിടന്ന് ചാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ വീണ്ടും അവന്തിക വിളിക്കുന്നുണ്ട് സന്ദീപിനെ. നീ എങ്ങോട്ട് പോകുന്നു? നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നീ എന്നല്ല, ആ കുടുംബത്തിലെ ആരും എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ആ വീട്ടിലെ മരുമകളായി വന്ന അന്ന് മുതൽ നീ എൻ്റെ കുഞ്ഞനുജനാണ്. എല്ലാവരെയും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ എന്നോട് ആരും ഒരു കരുണയും കാണിച്ചിട്ടില്ല. അർച്ചന ആ വീട്ടിൽ വന്നത് മുതലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ആ വീട്ടിലെ മൂത്ത മരുമകൾ ഞാനായിരുന്നില്ലേ? എന്നിട്ടും അവളായിരുന്നു അവിടുത്തെ അവസാന വാക്ക്. എൻ്റെ ഭർത്താവിനും എനിക്കും നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും അച്ഛൻ അവളെക്കാട്ടിലും താഴെയായിരുന്നു സ്ഥാനം തന്നിരുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഒന്ന് ഓർത്തു നോക്ക്. നെല്ലിശ്ശേരി വീട്ടിൽ എന്ത് നടക്കണമെന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് വരെ അവളാണ് തീരുമാനിച്ചിരുന്നത്. നിൻ്റെ ഭാര്യയും ഞാനും നീയും അവിടെ ഒന്നും ആയിരുന്നില്ല. എൻ്റെ ഒരു സ്വത്തിൻ്റെ ഒരു ഭാഗം പോലും നിനക്ക് തന്ന് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. മോനെ, നിൻ്റെ പണ്ടത്തെ ഏട്ടത്തിൽ തന്നെയാണ് മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും. പുറത്തിറങ്ങിയാൽ പലിശക്കാരൻ നിന്നെ തേടി വരും. കടം വാങ്ങിയ പൈസയൊക്കെ നിനക്ക് തിരിച്ചു കൊടുക്കണ്ടേ? നിൻ്റെ മോൾക്കും ഭാര്യയ്ക്കും നല്ലൊരു ജീവിതം കൊടുക്കണ്ടേ? എൻ്റെ മോളും നിൻ്റെ മോളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവളെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിച്ച് നന്നായി വളർന്ന് അവൾക്കൊരു ജീവിതം കിട്ടണ്ടേ? ഇതിനെല്ലാം ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ആത്മാർത്ഥമായാണ് പറയുന്നത്. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിക്കുക എന്നൊക്കെ അവന്തിക ഇപ്പോൾ ഓരോന്നും പറഞ്ഞ് സന്ദീപിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സന്ദീപ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. സച്ചി അവനെ തല്ലിയ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സന്ദീപ് ഇപ്പോൾ. ഇത് തന്നെയായിരുന്നു സന്ദീപിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു അവന്തികയ്ക്കും ഉണ്ടായിരുന്നത്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.